നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തിന്റെ അതിർത്തിയിൽ ബംഗ്ലാദേശിലെ സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്ന വാർത്ത നമ്മൾ കണ്ടത്. ആ ഏറ്റുമുട്ടലിൽ തന്നെ 6ഓളം പേര് കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്ക് ഏൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സാഹചര്യം അവിടെ നിലനിൽക്കെ തന്നെ വീണ്ടും വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ഏറ്റുമുട്ടലിൽ 39 പേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിൽ നിന്നും വരുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഉടനീളമുള്ള ഗതാഗതം നിർത്തിവെക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിച്ചതിനെ തുടർന്നാണ് രാജ്യത്തുടനീളം പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത്. വടികളും പാറകളും ഉപയോഗിച്ചാണ് ഇവർ ഏറ്റുമുട്ടിയത്. പ്രതിഷേധക്കാരുടെ ഗ്രൂപ്പുകളെ തകർക്കാൻ പോലീസ് കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റും ഉപയോഗിച്ചു. ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിന്റെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ പോലീസ് വാഹനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും കത്തിച്ചു. ഇങ്ങനെ കടുത്ത സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഭാഗം കടന്നുപോകുന്നത്. അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 1971 വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബത്തിലുള്ളവർക്ക് 30% സംവരണം നൽകിയതിനോടാണ് ഒരു വിഭാഗത്തിന്റെ എതിർപ്പ്. രാജ്യത്ത് തൊഴിലില്ലായ്മ കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ ഇത്തരം സംവരണം റദ്ദാക്കണമെന്നാണ് പ്രക്ഷോഭക്കാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.